ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാം ഒക്കെ അടുത്ത് വന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ ഇത് കാണണം. കാരണം നമ്മൾ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നാഷണൽ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പഠിച്ചു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അസൈൻമെൻറ്റ് കറക്റ്റ് ടൈമിന് സബ്മിറ്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സാമിന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്. കാരണം ഇതില്ലാതെ നമുക്ക് ഒരിക്കലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ID കാർഡാണ്. ID കാർഡ് മസ്റ്റായിട്ടും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാ എക്സാമിനും ഇത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം ഒരു എക്സാം നടക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ എല്ലാ എക്സാം നടക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ എല്ലാ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ ID കാർഡ് കൊണ്ടുപോകണം. നിങ്ങൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളതിന് ഒരു എവിഡൻസ് ആണ് ഈ ID കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ID കാർഡ് ഉണ്ടെങ്കിലാണ് എക്സാം സെൻറ്റർ, അതായത് എക്സാം ഹാളിലേക്ക് പെർമിഷൻ ഉള്ളൂ. അതുപോലെ മറക്കാതെ കൊണ്ടുപോകേണ്ട ഒന്നാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ എക്സാമിൻ്റെ ടൈം ടേബിള് അതിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും എക്സാം സെൻറ്ററും എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലായിരിക്കും. അപ്പം അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഫോട്ടോ ചിലപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓരോ എക്സാമിന് പോകുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോഴും, വൈവ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ വൈവയ്ക്ക് പോകുമ്പോഴായാലും നിങ്ങൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ട 2 സാധനങ്ങളാണ് ഈ പറയുന്ന ID കാർഡും ഹാൾ ടിക്കറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റി, ഇപ്പം നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി ഒരുപാട് ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ ID കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എന്ത് കാര്യത്തിനും നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ID കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ID കാർഡും ഹാൾ ടിക്കറ്റും കീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് കളർ പെൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് നിങ്ങൾ ബോൾ പെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ആൻസർ ഷീറ്റിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അങ്ങനെ ഒരു കളർ മാത്രം യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ പെൻസിൽ മാത്രം യൂസ് ചെയ്യാം. വളരെ അപൂർവം ചില സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് മറ്റ് കളറിലുള്ള പെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് അവർക്ക് അതിൻ്റെതായ റൂൾ അനുസരിച്ച് നിങ്ങൾ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പെന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടിക്കൽസ് ആണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ബേസിക് ആയിട്ട് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. മസ്റ്റായിട്ടും നിങ്ങൾ കൊണ്ടുപോകേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ ID കാർഡ്, പിന്നെ എക്സാം എഴുതുന്നതിനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഗാഡ്ജറ്റുകളൊന്നും എക്സാം ഹാളിൽ അലൗഡ് അല്ല, ഇൻക്ലൂഡിങ് സ്മാർട്ട് വാച്ച്. അപ്പോൾ അത് മറക്കരുത്. ഗാഡ്ജറ്റുകളായിട്ട് ആരും എക്സാം ഹാളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോയാൽ എക്സാം റിജക്ഷന് വരെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇൻവിജിലേറ്റേഴ്സ് എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും പറയുന്ന റൂൾ അനുസരിച്ച് എല്ലാവരും കീപ്പ് ചെയ്ത് പോവുക. നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് പോവുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എക്സാമിന് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം.
അപ്പോൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്